ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മകനെയും മകളെയും കൂടി യാത്ര പറഞ്ഞയച്ച് നമ്മുടെ ദേവയാനി അകത്തേക്ക് കയറി വരുമ്പോഴാണ് അവിടുത്തെ യഥാർത്ഥ മരുമകളാണെന്ന അവകാശത്തിൽ നടക്കുന്ന അനാമിക ഇറങ്ങി വരുന്നത്. അനാമിക വന്നപ്പോൾ ദേവയാനി അകത്തേക്ക് കയറി ചെല്ലുക. ദേവയാനി ഇവളെ അടിമുടിയൊന്ന് നോക്കി, മുഖമൊക്കെ വലിഞ്ഞു കയറിയിരിക്കുന്നേ. ഇതെന്താ മോള് രാവിലെ ഉണർന്നോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല വല്യമ്മയെന്ന് അനാമിക പറയണു. അനിയോ? ആ, അവൻ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങണുണ്ട്. അവർ പോയി, ആദർശം നയനയും. ഇത്ര നേരത്തെ തന്നെ പോയോ എന്നതേ ചോദിക്കുമ്പോൾ, ഈ സമയമല്ലേ മോളെ ഡ്രൈവ് ചെയ്യാൻ നല്ലത്, ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ കുറേ ദൂരം പോവാലോ എന്ന് ദേവയാനി പറഞ്ഞു. അപ്പോൾ വല്യമ്മയുടെ മരുമകൾ ഭാഗ്യം ചെയ്തവളാ. ഇത്ര വൈകിയാണെങ്കിലും ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ടതൊക്കെ അവൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് അനാമിക പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആദർശനൊപ്പം നയനെ വിടാനായിട്ട്. പിന്നെ ഞാൻ എതിർത്തിട്ടും യാതൊരു കാര്യമില്ലല്ലോ മോളെ. അവൻ്റെ മുത്തശ്ശനല്ലേ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്. പിന്നെ പോയിട്ട് വരട്ടെ എന്ന് കരുതിയെന്ന് പറയുമ്പോൾ ഇത്തരം യാത്രകൾ വല്യമ്മയ്ക്ക് ദോഷം ചെയ്യാൻ പോകുന്നതെന്ന് ദേ പറയുമ്പോൾ, അതെന്താ മോൾ അങ്ങനെ പറഞ്ഞു നീച്ചു ദേവയാനി. ഇപ്പം ആദർശേട്ടന് മറ്റാരേക്കാളും സ്നേഹം അവളോടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരും തനിച്ചുള്ള യാത്രകൾ ആ സ്നേഹം കൂട്ടത്തെയുള്ളൊന്നും അനാമിക ദേവയാനിയോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അവളുടെ മനസ്സ് നല്ലതായിരുന്നെങ്കിലേ കുഴപ്പമില്ലായിരുന്നു എന്നും പറഞ്ഞു. ദേവയാനി ഇതൊന്നും കേട്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇത് ആദർശേട്ടനെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റാനാണ് അവൾ ശ്രമിക്കുന്നതെന്നും അനാമിക പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആദർശേട്ടൻ്റെ സ്വഭാവം കുറച്ചുകൂടി മാറിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മരുമകൾ ആരാണെന്നും എന്താണെന്നും ഞാൻ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു. ഇനി നീയെന്നല്ല ആരും എനിക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടെന്ന് ദേവയാനി അന്നേരം പറയാം മനസ്സിൽ. പിന്നെ രാവിലെ അവർക്ക് കൊടുക്കാൻ ചായ ഇട്ടായിരുന്നു. ഞാൻ മോൾക്ക് ചായ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട വല്യമ്മ എന്ന് പറയാൻ അനാമിക. എന്തായാലും ഉറക്കം പോയില്ലേ മോളെ, ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ ആവാം എന്നും പറഞ്ഞാൽ ദേവയാനി അകത്തേക്ക് ചായ എടുക്കാനായിട്ട് അങ്ങ് പോവുക. ദേവയാനി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞ് അനാമിക ഇങ്ങനെ അവിടെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആദർശം നയനയും കൂടി ഇങ്ങനെ വണ്ടിയിൽ പോരുവാണ്. നല്ല സന്തോഷത്തോടെ രണ്ടുപേരും കൂടി ഇങ്ങനെ പോരുന്നത്. സംസാരവും കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോരുന്നു. ഈ സമയം നമ്മുടെ നയന ഭയങ്കര ചിരിയും ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആദർശം ഇങ്ങനെ നയനയെ നോക്കി കഴിയുമ്പോൾ നയന ചുമ്മാ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ആദർശം ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ചിരിക്കണേന്ന്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ടെന്ന് ആദർശം നേരം പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു നയന. എടി, ഇന്ന് നമ്മൾ ശല്യം ചെയ്യാനേ ആരുമില്ല, അത് തന്നെ കാര്യമെന്ന് ആദർശ നേരം പറയാം. ഓ, അതാണോ എന്നും ചോദിച്ചിരിക്കുമ്പോൾ, പോകുന്ന സ്ഥലത്ത് നല്ല തണുപ്പാ, ശ്വാസം മുട്ട് വരരുതേന്ന് എൻ്റെ പ്രാർത്ഥനയെന്ന് നയന ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഇന്നേ ഒരു ശ്വാസം മുട്ടലും എനിക്ക് വരത്തില്ല. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോഴും അങ്ങനെ വരാറില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അമ്മ നമ്മുടെ യാത്രയെ തടഞ്ഞതേ ഇല്ലല്ലോ എന്ന് നയനെ ചോദിച്ചപ്പോൾ, അമ്മേ അങ്ങനെ ചെയ്തതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അമ്മ ഇപ്പോൾ എൻ്റെ സന്തോഷത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തേത്, മുത്തശ്ശനും മുത്തശ്ശിയും ഏതു നേരവും പറയുന്നുണ്ട് നമ്മുടെ ഒരു കുഞ്ഞിനെ അവർക്ക് ലാളിക്കണം എന്ന്. അങ്ങനെ ഒരു ആഗ്രഹം അമ്മയ്ക്കും ഇല്ലാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ, ആദർശേട്ടൻ്റെ കുഞ്ഞിനെ ലാളിക്കാൻ അമ്മയ്ക്ക് ആഗ്രഹമൊക്കെ കാണും. പക്ഷേ എൻ്റെ കുഞ്ഞിനോട് അമ്മയ്ക്ക് ആ താല്പര്യമൊക്കെ കാണുമെന്ന് ചോദിച്ചപ്പോൾ, നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് എൻ്റെ മാത്രമല്ലല്ലോ, അത് നിൻ്റെ കൂടെ കുഞ്ഞല്ലേ എന്ന് നേരെ ആദർശ നയനോട് ചോദിച്ചു. പിന്നെ എന്തിനാ നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കൃത്യം അമ്മയുടെ കോള് വന്നു. അമ്മയുടെ കോള് കണ്ടപ്പോഴേക്കും ഇത്തവണ പേടിയില്ല നമ്മുടെ ആദർശ കോൾ എടുക്കുക. അമ്മയുടെ കാര്യം പറഞ്ഞില്ല, തീർന്നില്ല. അമ്മയുടെ വിളി വന്നല്ലോ എന്നും പറഞ്ഞ് ആദർശ് വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് കോൾ എടുക്കുക. ഹലോ അമ്മേ, സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം കേട്ടോ. പിന്നെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പം, എനിക്ക് യാതൊരു കുഴപ്പമില്ല, അമ്മയുടെ മരുമോൾക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ദേവി എനിക്ക് സന്തോഷമായത്. അങ്ങനെ ചിരിക്കുക കേട്ടോ. എന്നിട്ട് അതിന് അവളുടെ കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ, നിൻ്റെ കാര്യമല്ലേ ഞാൻ ചോദിച്ചത് ദേവേനെ ചോദിച്ചപ്പോൾ, എങ്കിലും ഞങ്ങൾ ഒന്നിച്ചല്ലേ അമ്മ യാത്ര ചെയ്യുന്നത്, അതുകൊണ്ടാണ് അമ്മ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത്. നല്ല റോഡിലൂടെ വേണം സഞ്ചരിക്കാൻ, കുണ്ടും കുഴിയുള്ള റോഡിലൂടെ ഒന്നും പോകരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ നയനയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന്. അപ്പോൾ ദേവയാനിക്ക് ചിരി വരും കേട്ടോ. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ ദേവയാനിക്കും. ഞാൻ നിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ നീ എന്തിനാ അവളുടെ കാര്യം എന്നോട് പറയുന്നതെന്ന് ചോദിച്ചു ദേവയാനി. അമ്മേ, അവൾ ഭയങ്കര സന്തോഷത്തിലാണ് അമ്മേ. അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുന്നത്. എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. നിൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹം ഞാൻ നടപ്പിലാക്കിയെന്നേ ഉള്ളൂ. നിനക്കറിയാവല്ലോ, നിങ്ങൾ മലയ്ക്ക് പോയിട്ട് വന്നിട്ടും നിൻ്റെ മുത്തശ്ശൻ്റെ അസുഖത്തിന് യാതൊരു കുറവുമില്ല. പിന്നെ
അങ്ങനെയുള്ളപ്പോൾ അച്ഛനും അമ്മയും എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അവരുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഈ ഒരു യാത്രയെ എതിർക്കാതിരുന്നതെന്ന് പറഞ്ഞപ്പം പോകുന്ന വഴിക്ക് ഒരു ചാമുണ്ടേശ്വരി ക്ഷേത്രമുണ്ട്, അവിടെ കയറി അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു പൂജ കഴിക്കണമെന്ന് നയന എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴും ദേവി എനിക്ക് ഭയങ്കര സന്തോഷം. പെട്ടെന്ന് എനിക്ക് വേണ്ടി ആരും പൂജയൊന്നും നടത്തേണ്ട കാര്യമില്ല, അവളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവൾക്കും എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടി വല്ല പൂജ നടത്താൻ പറ, എൻ്റെ കാര്യം നോക്കാനേ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ശരി അമ്മയെന്ന് പറഞ്ഞു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ വിളിച്ചോളണം, മൊബൈലൊന്നും ഓഫാക്കി വെച്ചേക്കരുതെന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ ഇല്ല എന്ന് പറഞ്ഞു. ഇടയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞു. അമ്മ ശരിയെന്നും പറഞ്ഞു മോൻ ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ദേവയാനി അവിടെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. മരുമകൾ തനിക്ക് വേണ്ടിയെല്ലാം ചെയ്യുമെന്ന് അറിയുന്നുണ്ട്. എന്നിട്ട് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ ദേവി അവിടെ യാത്ര മംഗളമായിരിക്കണേ, സന്തോഷത്തോടെ രണ്ടുപേരും തിരിച്ചു വരണേ എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് വേണ്ടി ഞാൻ പൂജ നടത്തുന്നെന്ന് പറഞ്ഞപ്പോൾ എന്താ അമ്മ പറഞ്ഞേ എന്ന് ചോദിച്ചു. നിനക്ക് വേണ്ടി പൂജ നടത്തിയാൽ മതിയെന്നാ പറഞ്ഞതെന്ന് ആദർശ് പറയുമ്പോൾ എന്നാലും കുഴപ്പമില്ല ആദർശേട്ടാ, പഴയതുപോലെ അമ്മ ഇപ്പോൾ സ്ട്രിക്റ്റ് അല്ലല്ലോ എന്ന് നയന അന്നേരം പറഞ്ഞു കേട്ടോ. അതെ, ഒരസുഖം വരുത്തിയാൽ മാറ്റുക, ഒരു ദോഷത്തിന് ഒരു ഗുണം, അങ്ങനെ വേണം ഇതിനെ പറയാനെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ യാത്രക്കിടയിൽ കയറാൻ പറ്റുന്ന എല്ലാ അമ്പലങ്ങളിലും കയറണം ആദർശേട്ടാ, അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ആദർശ് നയനും കൂടെ യാത്ര തുടരുന്നു. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാട്ടോ. മുത്തശ്ശി ഇങ്ങനെ ഇരിക്കും അവിടെ. മുത്തശ്ശി എന്തൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അഭിയും ജലജയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നതും മുത്തശ്ശിയെ കാണുന്നതും. അതെ, എന്താ മുത്തശ്ശി കാണണമെന്ന് പറഞ്ഞേന്ന് ചോദിച്ചപ്പം നീ ഒരു ഭർത്താവാണോടാ എന്ന് മുത്തശ്ശി അന്നേരം ഇവനോട് ചോദിച്ചു. ജലജ അന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ. നീ ഒരു അമ്മായിമ്മയാണോടി? അപ്പോൾ കാര്യമായിട്ട് ആരോ ഏഷണി പറഞ്ഞെന്ന് തോന്നുന്നല്ലോ അമ്മയെന്ന് ജലജ ചോദിക്കുമ്പോൾ ആരും ഒരു ഏഷണി എന്നോട് പറഞ്ഞിട്ടില്ല, ഇവൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ഇത് 5ാം മാസമാണ്, അതിന് ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്താനില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ, ഇഷ്ടമല്ലല്ലോ. അതെ, ഇവിടെ അങ്ങനെ ഒരു ചടങ്ങ് പതിവുള്ളതല്ലേ, എന്താ നിനക്ക് നിന്റെ മോനും അറിയില്ലേ, നിന്റെ മരുമകളുടെ കാര്യത്തിൽ മാത്രം എന്താ അത് നീ വേണ്ടെന്ന് വെച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ 7ാം മാസം വരുമല്ലേ അമ്മേ, അതുകൊണ്ട് 5ാം മാസത്തിലെ ചടങ്ങുകൾ മുടക്കണം എന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛനും അമ്മയും വിളിച്ചു കാണും പലഹാരമായിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അതേ നോക്ക്, ഗോവിന്ദനും കനകയും ഒരു പരാതിയും പറയാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നവരാ. കലണ്ടറിൽ നോക്കിയിട്ട് ഞാനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, നവ്യമോളുടെ 5ാം മാസം ചടങ്ങ് നടത്തണമെന്നുള്ളത്. ഇവിടെ ഓരോ ഫംഗ്ഷൻ നടത്തുമ്പോഴും ഓരോ പ്രശ്നങ്ങളല്ലേ മുത്തശ്ശി, അതുകൊണ്ടല്ലേ ഇതുകൊണ്ടൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്, അത് തന്നെയല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ അത് നീയാണോടാ തീരുമാനിക്കുന്നത്, എന്നു മുതലാ ഈ വീട്ടിലെ കാര്യങ്ങൾ നീ തീരുമാനിക്കാൻ തുടങ്ങിയെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതുപോലെ മുത്തശ്ശി ഞാൻ ഇതുകൊണ്ട് തന്നെയാടാ ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടുണ്ടായിരുന്ന നിന്നെ ആദർശം ഒരു ജോലിക്കാരനാക്കി ചുരുക്കിയതെന്ന് പറയുമ്പോൾ അമ്മയും മോനും കൂടെ പല്ലുറുമ്മി പിടിച്ച് നോക്കുന്നു. നിനക്ക് വളരാൻ താല്പര്യമില്ല, നീ നിന്റെ ലോകത്ത് മാത്രമാണ് ജീവിക്കുന്നത്, മറ്റുള്ളവരെ പറ്റി നിനക്ക് യാതൊരു ചിന്തയും ഇല്ല എന്നും പറഞ്ഞ് ഈ അബിയെ കുറ്റപ്പെടുത്തുവാട്ടോ മുത്തശ്ശി. അപ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ ഒരു തർക്കം എന്നും ചോദിച്ചു. അപ്പോൾ നബിയുടെ 5ാം മാസം ചെറിയൊരു ചടങ്ങായിട്ട് നടത്തണമെന്ന് ഞാൻ ഇവരോട് പറയാമെന്ന് പറഞ്ഞപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ എന്ന് ജലജ ചോദിക്കുക. അപ്പോൾ അതേ അന്തം വിട്ട് ജലജയും അഭിയും നോക്കുക കേട്ടോ. നീ നബിയെ പറ്റി ഓർക്കണ്ട, പിന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പറ്റിയെങ്കിലും ഓർക്കണ്ടേന്ന് ചോദിച്ചു. ജലജ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ അഭിയെ. ആ കുഞ്ഞി തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണെന്നും പിന്നെ അതുകൊണ്ട് തന്നെ ചടങ്ങൊക്കെ നടത്തുന്നത് നല്ല കാര്യമല്ലേ എന്നും ചോദിച്ചു. എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ അതേപ്പറ്റി ഇവനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവൻ സമ്മതിച്ചില്ല എന്ന് അമ്മ പറയുമ്പോൾ എപ്പോഴാണ് അമ്മ എന്നോട് അതിനെപ്പറ്റി പറഞ്ഞതെന്ന് അബി എന്തായാലും ചോദിക്കും. അപ്പോൾ ജലജ ഉണ്ടായിടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുക, കണ്ണിറുക്കി. അമ്മയും പറഞ്ഞിട്ടില്ല, മോനും പറഞ്ഞിട്ടില്ല, ഇത് 5ാം മാസമാണെന്ന് നിനക്കൊന്നും അറിയത്തില്ലേ എന്നാ നേരത്തേക്ക് മുത്തശ്ശി ഇവരോട് ചോദിച്ചു. അതറിയാമെങ്കിൽ തന്നെ ആരോടും നീ ഒന്നും പറയാനും പോണില്ലെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് ദേവയാനി ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാം. എന്നാൽ കേട്ടോ, ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും എല്ലാ ചടങ്ങുകളും ഓർത്ത് വെച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും നിൻ്റെ മുത്തശ്ശനും ഒക്കെ. പിന്നെ മുത്തശ്ശൻ്റെ രോഗത്തിന് വലിയ ശമനോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് മനസ്സിന് ഇത്തിരി സന്തോഷം കിട്ടാൻ മുത്തശ്ശൻ തന്നെയാണ് പറഞ്ഞത് ഇതുപോലുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്തണമെന്നുള്ളത്. അത് നടത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് നടത്തണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ഏട്ടത്തിക്ക് എന്നു മുതൽ ഈ മാറ്റമൊക്കെ ഉണ്ടായത് എന്ന് ജലജ ചോദിച്ചു. അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തർ വരുന്നത് ഏട്ടത്തിക്ക് ഇഷ്ടമായിരുന്നില്ലല്ലോ എന്ന് ജലജ ചോദിച്ചപ്പോൾ ഇപ്പോഴും ഇഷ്ടം ഒന്നുമല്ല. പിന്നെ അച്ഛന് വലിയ രോഗം വന്നതിന് ശേഷം അച്ഛൻ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയത്. മുൻപ് അച്ഛനൊന്ന് കൈ ചൂണ്ടിയാൽ മതിയായിരുന്നു ഇവിടെ എല്ലാവരും മൂലയ്ക്ക് ഒതുങ്ങാനായിട്ട്.
ആ അച്ഛനിപ്പോൾ ആരോടും കയർത്ത് സംസാരിക്കാറില്ല, അതൊക്കെ രോഗം വരുത്തിയ മാറ്റങ്ങളല്ലേ എന്ന് ദേവയാനി ചോദിക്കും കേട്ടോ. അപ്പോഴും ഇവരിങ്ങനെ എന്നിട്ട് എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെയും കാര്യമൊന്നും, പിന്നെ അതുകൊണ്ട് ഇനി ഈ കുടുംബത്തിലുള്ളവരുടെ സന്തോഷമായി എൻ്റെയും സന്തോഷമെന്ന് ദേവയാനി പറയുമ്പോൾ ജലജയ്ക്ക് ഇതൊന്നും കേട്ടങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ് മോളെ വേണ്ടതെന്ന് മുത്തശ്ശി ദേവയാനിയോട് പറയുന്നു. ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ മാറേണ്ടതെന്ന് മുത്തശ്ശി പറയണു. പിന്നെ ഒരു മാറ്റം കൊണ്ട് മാറാത്തവരാ ഈ നിൽക്കുന്ന രണ്ടെണ്ണമൊന്നും പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ ഇവരെ ചൂണ്ടിക്കാണിച്ച് പറയണു. അപ്പോഴും അഭി ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുക. ഏട്ടൻ ആലോചിച്ച പെണ്ണിനെ അനിയൻ കല്യാണം കഴിച്ചപ്പോൾ മുതലുണ്ടായ പ്രശ്നങ്ങളല്ലേടാ ഇതെല്ലാമെന്ന് മുത്തശ്ശി ചോദിച്ചു. അതിനിടയിൽ നീ ഒരു പുണ്യം മാത്രം ചെയ്തു, അങ്ങനെ നീ നവ്യമോളെ വലയിലാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു മരുമകളെ കിട്ടിയെന്ന് മുത്തശ്ശി പറയണു. അത് കേട്ടപ്പോൾ ദേവയാനി ഇങ്ങനെ ചിരിക്കും കേട്ടോ. ഈ കുടുംബം നിലനിർത്തുന്ന ഒരു മരുമകളെ കിട്ടിയെന്ന് പറയുമ്പോഴേക്കും ജലജ ഇങ്ങനെ നോക്കുന്നു. ആ സമയത്ത് ദേവയാനിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയുണ്ട്. ഇന്ന് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഗോവിന്ദനും കനകവും അതുപോലെ നന്ദുവും. അതുകൊണ്ട് അവർ ഉറപ്പായിട്ടും 5-ാം മാസ ചടങ്ങിന് ഇവിടെ വന്നിരിക്കണം. ആ ചടങ്ങ് നമ്മൾ ഗംഭീരമായി നടത്തുകയും ചെയ്യുമെന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോഴും അമ്മയ്ക്കും മോനും അതത്രയ്ക്ക് ഇങ്ങ് ദഹിച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു തർക്കം ഈ വീട്ടിൽ വേണ്ട, പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ നമ്മുടെ അഭി. ഏതായാലും നമ്മുടെ ദേവയാനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. ദേവയാനി ഇങ്ങനെ അടക്കം ചിരിച്ചിങ്ങനെ നിൽക്കുക വളരെ സന്തോഷത്തോടെ. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകവും അതുപോലെ ഗോവിന്ദേട്ടനും കൂടെ അനന്തപുരിയിൽ നടന്ന ഫംഗ്ഷൻസുകൾക്കിടയിൽ ഇവർ അപമാനിക്കപ്പെട്ടതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയുമോ, അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് വേണ്ട, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ അവരിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിനെ നമ്മൾ എതിർക്കുന്നത് ശരിയല്ല എന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞു. കാര്യമായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയേ പറ്റൂ. അപ്പോൾ അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നും ഇപ്പം ഇത്തരം ചടങ്ങുകൾക്കൊക്കെ ബേക്കറിയിൽ നിന്നാണ് എല്ലാവരും പലഹാരമൊക്കെ വാങ്ങിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം നീ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ തന്നെയാണെന്നും അതുകൊണ്ട് അമ്മ തന്നെ മക്കൾക്ക് വേണ്ടുന്നതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്നും പറഞ്ഞു. ഞങ്ങളും സഹായിക്കാമെന്ന്. പോകുമ്പോൾ നവ്യമോൾക്ക് മാത്രമല്ല നയനമോൾക്കും വേണ്ടതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്ന് കനകം പറഞ്ഞു കേട്ടോ. പിന്നെ ആദർശമോൻ്റെ ഇഷ്ടങ്ങളൊക്കെ മോള് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് എല്ലാം ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനെന്നും കനകം പറഞ്ഞേ. ഇത്തരം ചടങ്ങുകൾ വരുമ്പോൾ പയ്യൻ്റെ അമ്മമാരാ അതൊക്കെ വിളിച്ചു പറയേണ്ടത്. ഇവിടെ ആദർശേട്ടൻ്റെ മുത്തശ്ശിയാണല്ലോ 5-ാം മാസം ആഘോഷിക്കണമെന്ന് വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞപ്പം അവളും അവളുടെ മോനൊന്നും പറയത്തൊന്നുമില്ലല്ലോ മോളെ. പിന്നെ ഇതുപോലൊരു ചടങ്ങ് ആദർശമോൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും മുൻകൈ എടുത്ത് നടത്തുന്നതാണ്. അല്ലാതെ അവിടെ മറ്റുള്ളവർക്കൊന്നും ഇതിനോട് യാതൊരുവിധ താല്പര്യം ഉണ്ടാകാൻ വഴിയില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കല്ലേ മൂർത്തി സാറും അമ്മയൊക്കെ, അവർ പറയുന്നത് നമ്മൾ കേട്ടല്ലേ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ 2 മാസം കൂടി കഴിഞ്ഞാൽ മോളെ ഇങ്ങോട്ട് നമുക്ക് വിളിച്ചുകൊണ്ടും വരാമല്ലോ. ഇവിടെ മാത്രമല്ല അനന്തപുരിയിലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞു പിറക്കാൻ പോവുമല്ലേ, അതിൻ്റെ സന്തോഷം നമ്മളെപ്പോലെ തന്നെ ആദർശൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഉണ്ടെന്ന കാര്യവും പറഞ്ഞു. അപ്പം അതുകൊണ്ട് എന്താ ഗോവിന്ദേട്ടാ കാര്യം, അവളുടെ ഭർത്താവിന് ആ കുഞ്ഞ് ജനിക്കുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ലല്ലോ, അത് അവൻ്റെ കുഞ്ഞല്ലെന്നല്ല ഇപ്പോഴും പറയുന്നതെന്ന് ചോദിച്ചു. അവൻ്റെ സ്വഭാവം കൂടി ഒന്ന് നന്നായിരുന്നെങ്കിൽ ഈ ആദ്യമൊക്കെ കുറച്ചൊന്ന് മാറിയാനേ നന്നേരം കനകം പറയുവാണിത്. ഈ ഇടയ്ക്ക് നവ്യമോള് വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് നയനയാണ് ഭാഗ്യവതി എന്ന്. പിന്നെ അവളുടെ ജീവിതം കാണുമ്പോഴേ സത്യം പറഞ്ഞ് അസൂയ തോന്നുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ടെന്നൊക്കെ പറഞ്ഞു. പാവം, നല്ല വിഷമമുണ്ട് അവൾക്കെന്നും പറഞ്ഞുകൊണ്ട് കനകം സങ്കടപ്പെട്ട് പറയാം. പിന്നെ അവൾ പുറത്തിതൊന്നും കാണിക്കുന്നില്ലെന്നുള്ളെന്നും പറഞ്ഞു. അങ്ങനെ അവർ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. ഈ സമയത്ത് ആദർശം നയനയും ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. അവരുടെ റൂം ഭയങ്കരമായിട്ട് അലങ്കരിക്കുകയാണ് നമ്മുടെ ആദർശം. അപ്പം നയനെ അങ്ങോട്ടേക്ക് വന്നു. എന്തായി കാണിക്കണേന്ന് ചോദിച്ചു. അതെ കുറച്ച് സുഗന്ധം പരന്നോട്ടെ എന്ന് കരുതി. അതെ മുല്ലപ്പൂവിനേക്കാളും സുഗന്ധമുള്ള ഭാര്യയാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് ആദർശ് പറഞ്ഞപ്പം ഞാൻ അരികിലേക്ക് വരുമ്പോൾ സഹിക്കാൻ കഴിയാത്തൊരു ഗന്ധമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത്. അപ്പോൾ സ്നേഹമാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമ്മൾ വെറുക്കുന്നവൾ നമ്മളുടെ അരികിലേക്ക് വരുമ്പോഴേ അവരെത്ര നല്ല സ്പ്രേ പൂശിക്കൊണ്ട് വന്നാലും അത് നമ്മൾക്ക് ദുർഗന്ധമായിട്ടേ തോന്നത്തുള്ളൂ എന്ന് പറയുമ്പം ഓഹോ അത് ശരി, അപ്പോൾ അന്നൊക്കെ എന്നോട് നല്ല വെറുപ്പായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ആളെ എനിക്ക് പിടികിട്ടിയെന്ന് നമ്മുടെ ഞാനേ പറയാം. പിന്നെ പുറമേ പരുക്കനാണെന്നൊക്കെ തോന്നുമെങ്കിലും ഈ ഹൃദയത്തിൽ നിറയെ സ്നേഹമുണ്ടെന്ന് ആത്മാർത്ഥതയുള്ള ആളാണെന്നും സത്യസന്ധനാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടെന്ന് നമ്മുടെ നയന പറയുന്നു.
നമ്മുടെ നാട്ടിലെ മൂർത്തി സാറിനെ പറ്റി പൊതുവെ പറയുന്നത് സത്യസന്ധനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണെന്നാ. അദ്ദേഹം കമ്പനിയുടെ താക്കോല് ആദർശേട്ടനെ ഏൽപ്പിച്ചെങ്കിൽ ആദർശേട്ടനിൽ ഒരുപാട് നന്മയുണ്ടാകുമെന്നേ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എന്നും നയന ഇങ്ങനെ പറയുന്നു. എൻ്റെ ആ ചിന്ത ശരിയാണെന്ന് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ മനസ്സിലാവുകയും ചെയ്തില്ലേന്ന് ചോദിച്ചു. പിന്നെ ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കാൻ സമയമെടുത്തു. അമ്മയുടെ ദേഷ്യം ഒരു ഭാഗത്ത് നിന്നപ്പോൾ എനിക്ക് അപ്പം അങ്ങനെ ചിന്തിക്കാനേ പറ്റിയുണ്ടായിരുന്നുള്ളൂ എന്ന് ആദർശ് അന്നേരം പറയാം. നീ വലിയ ഡിസൈനൊക്കെ വരച്ച് എന്നെ രക്ഷിച്ച സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ നിന്നോട് സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അപ്പം പുറമേ പ്രകടിപ്പിച്ചാൽ അമ്മ എങ്ങനെ പ്രതികരിക്കുമോ എന്നുള്ളൊരു ഭയം അതെനിക്കുണ്ടായിരുന്നു എന്നും ആദർശ് ഉള്ള കാര്യം തുറന്നു പറയുക. പക്ഷേ നീയാളും ഇടിക്കുക. വന്നപ്പോൾ തന്നെ കയ്യിലെടുക്കേണ്ടവരൊക്കെ കയ്യിലെടുത്തു. എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ നീ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. പിന്നെ അവർ കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തറവാട്ടിൽ നിന്ന് ആർക്കും പുറത്തേക്ക് പോകേണ്ടി വരത്തില്ല എന്നും പറഞ്ഞു. ആ സമയത്ത് പിന്നെ അപ്പോഴേ ഒരുപാട് തടസ്സങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ദിവസം നമുക്ക് രണ്ടുപേർക്കും ഒത്തു വന്നത്. മലയ്ക്ക് പോക്ക് കഴിഞ്ഞപ്പോൾ അടുത്ത വ്രതമായിട്ട് അമ്മ മുന്നിലേക്ക് വരുമെന്നാണ് ഞാൻ കരുതിയത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിന്നെ അമ്മ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു. പിന്നെ അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഈ യാത്ര പോകാനുള്ള അനുമതിയും തന്നു. അതൊന്നും അത്ര ചെറിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ കുറച്ച് ദിവസം ഫ്രീ ആകുന്നത്. ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ രണ്ടാളും മാത്രമായ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നേ ഞാൻ കരുതിയതേ ഇല്ല എന്ന് ആദർശ് ഇങ്ങനെ നയനയോട് പറയുമ്പോൾ നയന ഇങ്ങനെ ആദർശനെ നോക്കിയിരിക്കുന്നു, ആദർശ് നയനയെ നോക്കിയിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് യാത്ര പോകണമെന്ന് മുത്തശ്ശനും പറയാനുള്ള അതിനുള്ള കാരണം എന്താണെന്ന് തനിക്കറിയില്ലേ. അവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഒരു കുഞ്ഞിനെന്ന്. അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും വീണ്ടും കണ്ണിൽ നോക്കി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ജീവിതം അങ്ങ് ആരംഭിക്കുന്നു. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിതം ആരംഭിച്ചു. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ദേവയാനി ഇതൊക്കെ ഇരുന്ന് സ്വപ്നം കാണും കേട്ടോ. പാവം ദേവയാനിക്ക് ഇപ്പം അതാണ് സ്വപ്നം കാണൽ മൊത്തം. നയനയുടെയും അതുപോലെ തന്നെ നമ്മുടെ ആദർശിൻ്റെയും ആദ്യ രാത്രി സ്വപ്നം കണ്ടിരിക്കുന്നു ദേവയാനി. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ കള്ളച്ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ നയനെ ഛർദ്ദിക്കുമ്പോൾ ദേവയാനി ഓടി വന്ന് പുറം തിരുമ്മി കൊടുക്കുക. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ നയന ഇങ്ങനെ ചമ്മി നിൽക്കുമ്പോൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ കുറച്ച് മുമ്പ് ചിന്തിച്ചതേ ഉള്ളൂ. ഇപ്പോൾ വിഷമിക്കുകയല്ല സന്തോഷിക്കുക വേണ്ടതെന്ന് ദേവയാനി വന്ന് നയനയോട് പറയുക. അപ്പം നയന ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. എത്രയും പെട്ടെന്ന് ആദർശിനെയും കൂട്ടി നമ്മുടെ ഡോക്ടറെ പോയിന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴും നയന ഇങ്ങനെ ചമ്മി നിൽക്കുവാണേ. പിന്നെ ഡോക്ടറെ കണ്ടെന്നും പറഞ്ഞ് റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല കേട്ടോ. മോളൊരു അമ്മയാകാൻ പോകുവാണെന്ന് നയനയോട് പറഞ്ഞു നമ്മുടെ ദേവയാനി. അങ്ങനെ അതും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.